നമുക്ക് സോൾഡ് വർക്കിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് റെക്റ്റാങ്കിൾ ടൂൾസാണ്, പിന്നെ സർക്കിൾ, പിന്നെ റേഡിയൽ മെനു എന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യണം. ഇതാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു പാർട്ട് ഫയൽ ഓപ്പൺ ആയി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സ്കെച്ച് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക, ന്യൂ സ്കെച്ച് കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ബേസിക്കായിട്ടുള്ള റെക്റ്റാങ്കിൾ ടൂൾ നമുക്ക് സ്കെച്ചിൽ വരയ്ക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ടൂൾ ബോക്സ് തന്നെ നമുക്ക് കാണാം. ആദ്യത്തെ കോർണർ റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പടം അതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൽ ഒരു റെക്റ്റാങ്കിളുണ്ട്, അതിൻ്റെ 2 പോയിൻറ്റ്സ് വെള്ള കളറിൽ കാണാം. അപ്പോൾ ഈ 2 പോയിൻറ്റ്സാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആദ്യം ഒരു കോർണർ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു പെൻസിലിൻ്റെ പടവും കോർണർ റെക്റ്റാങ്കിളും, ആ റെക്റ്റാങ്കിളിൽ 2 ക്വാഡ്രൻ്റായിട്ട് 2 പോയിൻറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ ആ 2 പോയിൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കോർണർ റെക്റ്റാങ്കിൾ വരയ്ക്കുക. പിന്നെയുള്ള ഓപ്ഷൻസ് സെൻറ്റർ റെക്റ്റാങ്കിളാണ്. ഇതാണ് മോസ്റ്റ് നമുക്കിപ്പോഴും യൂസ് ചെയ്യാൻ എളുപ്പവും യൂസ് ചെയ്യണേ. അത് ആദ്യം സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക, ദെൻ സൈഡിലായാലും കോർണർ സെലക്ട് ചെയ്യുക. മൗസിൻ്റെ കളർ നോക്കിയാൽ നമുക്കറിയാം ഏത് പോയിൻറ്റ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. 2 പോയിൻറ്റ്സും കൃത്യമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സെൻറ്ററും ഒരു കോർണറും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 3 പോയിൻറ്റ് കോർണർ റെക്റ്റാങ്കിളാണ് അടുത്തത്. ഇതിന് നമ്മൾ 3 പോയിൻറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് 3 പോയിൻറ്റ് കോർണർ റെക്റ്റാങ്കിൾ വരയ്ക്കുക. നെക്സ്റ്റ് 3 പോയിൻറ്റ് സെൻറ്റർ റെക്റ്റാങ്കിൾ. ഇവിടെ നമ്മൾ സെൻറ്റർ പോയിൻറ്റും പിന്നെ 2 പോയിൻറ്റ്സുമാണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് സെൻറ്റർ പോയിൻറ്റ്, അഞ്ചാമത്തെ ഓപ്ഷൻ പാരലലോഗ്രാമാണ്. ഏതായാലും ഒരു സൈഡ് സ്പെസിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കെച്ച് വരയ്ക്കുമ്പോൾ അതിന് തന്നെ അപ്രോക്സിമേറ്റ് ഒരു ഷേപ്പ് വരച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആംഗിളും മറ്റും കൊടുത്തിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തു പോകണ ഇച്ചിരി കൂടെ സ്പീഡ് കുറവുള്ള മെത്തേഡാണ്. അതിനേക്കാളും എളുപ്പം ഫുള്ളായിട്ട് ഏകദേശം ഒരു ഷേപ്പ് വരച്ച് വയ്ക്കുക. ദെൻ നമ്മൾ ഡൈമെൻഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ സ്കെച്ച് ക്ലിയർ ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ വരച്ച സ്കെച്ച്. അത് നമുക്ക് വേണ്ടി എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടി ഫീച്ചേഴ്സ് പോവുക, എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുക്കുമ്പോൾ ഇത് 3 ഫയലും കൂടെ ഒരുമിച്ചാണ് സെലക്ട് ചെയ്യുക. നമുക്ക് മാറ്റി കൊടുക്കാം. അത് എക്സ്ട്രൂഷൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് പറയാം. നമുക്ക് വേറൊരു സ്കെച്ച് വരയ്ക്കാം, വേറൊരു പ്ലെയിനിലായിട്ട്. ഓക്കെ, നോർമാലിറ്റി കൊടുക്കുക വരയ്ക്കാൻ എളുപ്പം വേണ്ടി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഫ്രണ്ട് പ്ലെയിനാണ് വരച്ചത്, ഇപ്പോൾ ടോപ്പ് ലൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പ്ലെയിൻ നമ്മൾ വരച്ച റെക്റ്റാങ്കിൾ ഇപ്പോൾ ഒരു ലൈനായിട്ട് കാണുക. അതതിൻ്റെ ഒരു സൈഡ് വ്യൂ പോലെയാണ്, സൈഡ് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സർക്കിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. അതിന് തന്നെ നമുക്ക് സാറിന് സർക്കിള് വരയ്ക്കാം. സെൻറ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്യുക, ദെൻ പെരിമീറ്ററിൽ ഏതെങ്കിലും പോയിന്റ് സെലക്ട് ചെയ്യുക. നമ്മളതിൻ്റെ റേഡിയസും അല്ലെങ്കിൽ ഡയമീറ്റർ സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. സോൾഡ് വർക്കിൽ ഓട്ടോമാറ്റിക്കലി മില്ലിമീറ്റർ ഡയമെൻഷനാണ് വരുന്നത്. നമുക്കിത് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അടുത്താണ് പെരിമീറ്റർ റെക്റ്റാങ്കിൾ. അത് ഇതിനകത്ത് 2 ഓപ്ഷനുള്ളൂ. രണ്ടാമത്താണ് പെരിമീറ്റർ റെക്റ്റാങ്കിൾ. ഇവിടെ നമ്മൾ 3 പോയിന്റ് കൊടുക്കേണ്ടി വരും.
ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ നമുക്ക് കാണാം ഈ ആദ്യം കൊടുത്ത 2 പോയിന്റ്സിൻ്റെ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ പോവുക. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് നമുക്ക് സ്കെച്ച് രണ്ടും ഡിലീറ്റ് കളയാം. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ന്യൂ സ്കെച്ച്. സോൾഡ് വർക്ക് സ്പീഡ് വരച്ച ഒരു ഫീച്ചറാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് റേഡിയൽ മെനു എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇത് നമ്മൾ ലഭിക്കുന്ന മൗസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ആവർത്തി പിടിച്ചുകൊണ്ടിരുന്ന ഈ റേഡിയൽ മെനു വിസിബിൾ ആവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐക്കൺസ് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ കൊടുത്തേക്കണേ ഇതാണ്. മുകളിൽ സ്മാർട്ട് ഡൈമെൻഷൻ, ലെഫ്റ്റ് സൈഡിൽ ലൈന്, താഴെ കോർണർ റെക്റ്റാങ്കിൾ ആൻഡ് റൈറ്റ് സൈഡിൽ സർക്കിളാണ് കൊടുത്തേക്കണേ. ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പീഡ് സ്കെച്ചസ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്കെച്ച് വരച്ച് കഴിഞ്ഞുള്ള നമ്മൾ പാർട്ട് എക്സ്ട്രൂഡ് ചെയ്യാൻ ഉള്ള വിൻഡോയിൽ, പാർട്ട് എഡിറ്റ് ചെയ്യാനുള്ള ആ വിൻഡോയിൽ ഞാൻ റേഡിയൽ മെനു സെറ്റ് ചെയ്തേക്കണേ ഈ രീതിയിലാണ്. മുകളിൽ എക്സ്ട്രൂഷൻ, ലെഫ്റ്റ് സൈഡിൽ ന്യൂ സ്കെച്ച് ആൻഡ് ഡൗൺ സൈഡ് നോർമൽ ടു. ഇവിടെ കട്ടെന്ന് പറഞ്ഞ കമാൻഡാണ്. ഇതിപ്പോൾ വിസിബിൾ അല്ല, കാരണം നമ്മളിപ്പോൾ ഒരു കട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സോൾഡ് വേണമെന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സോൾഡ് ഇതൊരു പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, എക്സ്ട്രൂഡ് ചെയ്തിട്ട് സോൾഡ് ആവുള്ളൂ. ആദ്യം തന്നെ ഇന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. നമ്മൾ റേഡിയൽ മെനു എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗിയർ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അത് സെറ്റിങ്സാണ് സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, ദെൻ കസ്റ്റമൈസ് പോവുക, അത് കഴിഞ്ഞ് മൗസ് ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ റേഡിയൽ മെനു സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ പാർട്ട് വരയ്ക്കണ വിൻഡോയിലുള്ള റേഡിയൽ മെനു ആണ്. എക്സ്ട്രൂഷൻ, കട്ട്, നോർമൽ ടു ആൻഡ് സ്കെച്ച്. നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം ഓരോ കമാൻഡ്സും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഇത് അസംബ്ലിയിലുള്ള കമാൻഡ്സാണ്, ഇത് സ്കെച്ച് ഓപ്ഷനുള്ള കമാൻഡ്സാണ്, ഇത് ഡ്രോയിങ്സ് ഉള്ള കമാൻഡ്സാണ്. നമുക്ക് കുറേയധികം ജസ്റ്റേഴ്സ് ആഡ് ചെയ്യാം. ഇപ്പം 4 ജസ്റ്റേഴ്സാണ് ഞാൻ ആഡ് ചെയ്തിരിക്കണേ. നമുക്ക് 8 ആക്കാം, അല്ലെങ്കിൽ 12 ആവും. 4 ആയിരിക്കും ഇച്ചിരി കൺവീനിയൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നത്. ഓക്കെ, നമ്മളിതിനകത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ഓരോ കമാൻഡ്സും. ഡിഫാൾട്ടായിട്ട് ഇത് നമ്മുടെ ജസ്റ്റർ സെറ്റ് ചെയ്തിരിക്കുന്ന വ്യൂസാണ്. ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ആണ് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്തത്. പക്ഷേ അത് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്.